ഇന്ന് ഞാൻ വന്നേക്കുന്നത് കോട്ടയം ജില്ലയിലെ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വള്ളിയങ്കാവ് എന്ന് പറഞ്ഞ അമ്പലമുണ്ട്. അതൊരു എസ്റ്റേറ്റിൻ്റെ ഒക്കെ നടുക്ക് അമ്പലം. അതായത് കുറേ പോകണം, കുറേ കൈതത്തോട്ടവും ഈ റബ്ബർ തോട്ടവും അതിൻ്റെയൊക്കെ നടുക്കൂടെ പോകണം. ഒരു കാടിന് നടുക്കായിട്ട് വരും ഈ അമ്പലം. ഇത് വഴി മൊത്തം മോശം. പക്ഷേ ഇപ്പം ഞാൻ ഒരു 2 ദിവസം മുമ്പ് വന്നത്, അപ്പോഴൊക്കെ ഭയങ്കര വഴി മോശമായി. ഇപ്പം ഞാൻ വന്നപ്പോൾ കവാടത്തിൻ്റെ അവിടെ നിന്ന് ടാറിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും മുന്നോട്ട് പോയി നോക്കാം, നമുക്ക് വഴിയൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കി പോകാം. പണ്ടൊക്കെ ഈ കൈതത്തോട്ടത്തിൻ്റെ അവിടെയൊക്കെ റബ്ബറൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ വെട്ടി ഇപ്പോൾ കൈതയാക്കി ഇട്ടേക്കുന്നു, ഓലയൊക്കെ ഇട്ടേക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ കൈതയുടെ ഒക്കെ ഓലയൊക്കെ ഇടുന്നത് കാണുന്നത്. വഴിയൊക്കെ കണ്ട് നല്ല സ്മൂത്ത് വഴി. പണ്ടൊക്കെ ഇതൊക്കെ ഭയങ്കര മോശം വഴിയായിരുന്നു. ഇവിടെയൊക്കെ ഭയങ്കര ഇരുട്ടും കാടുമൊക്കെ. ഇപ്പോൾ ഈ റബ്ബറൊക്കെ കളഞ്ഞ് മറ്റേ ഇതൊക്കെ വെച്ചപ്പോൾ, കൈതയൊക്കെ വെച്ചപ്പോൾ നല്ലൊരു ഇതായി. പക്ഷേ ഈ മുന്നോട്ടുള്ള വഴിയിലൊക്കെ നോക്കിയിട്ട് ഭയങ്കര വലിയ മാറ്റമൊന്നുമില്ല. ഈ വണ്ടി കഴിയുമ്പോഴേ ഈ ഫോൺ താഴെ വെക്കുന്നത് കേട്ടോ. മുന്നോട്ടൊക്കെ ചെറിയ തേക്കും, പക്ഷേ കൂടുതലും റബ്ബറൊക്കെ കെട്ടി ഇപ്പോൾ ഈ കൈതത്തോട്ടമാക്കിയേക്കുക. ഈ വണ്ടി വരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്ലച്ച് പിടിക്കുന്നതുകൊണ്ട് ഫോൺ താഴെ വെക്കുക. അതുകൊണ്ടാണ് ഈ ഫോൺ ഇങ്ങനെ ഇടയ്ക്ക് താഴത്തോട്ട് പോകുന്നത്. ഇത് കണ്ട് ഓലയൊക്കെ ഇട്ടേക്കുന്നത്. എല്ലാം ഭയങ്കര മാറിപ്പോയി കേട്ടോ. ഇവിടെ വഴിയൊക്കെ പണ്ട് ഭയങ്കര മോശമായ വഴിയായിരുന്നു ഇവിടെയെല്ലാം. ഇപ്പോഴത് ഭയങ്കരമായിട്ട് മാറ്റം വന്നു കേട്ടോ ഇവിടെയെല്ലാം. ഈ എന്താ ഇപ്പോൾ ടാറൊക്കെ ചെയ്ത് ഇതുവരെ അങ്ങ് വരെയാണ് സുഖമായിരുന്നു ചെല്ലാൻ. ശരിക്കും ഒരു 5 കിലോമീറ്റർ അങ്ങോട്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ എങ്ങനെ പോയാലും ഒരു അരമണിക്കൂർ പൊക്കത്തെടുക്കും. അത് വഴിയുടെ ഒരു ഇതാണ്. ഈ ടാറൊക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ 10 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മൾ ചെല്ലും. ഇപ്പോൾ 2 സൈഡുണ്ട്. ഇപ്പോൾ റബ്ബർ തോട്ടമൊക്കെ മുന്നോട്ടൊക്കെ വലിയ കുഴപ്പമില്ല, വെട്ടിയിട്ടൊന്നുമില്ല, റബ്ബറൊക്കെ. ഈ വഴിയൊക്കെ മണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര അല്ലായിരുന്നു, പോകാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഇതിനകത്തൊക്കെ കണ്ട് ഒരു സ്കൂളും എസ്റ്റേറ്റും, ഈ സ്കൂൾ 4 വരെ ഉള്ളതെന്ന് തോന്നുന്നത്. സ്കൂളൊക്കെ ഉണ്ട്. അത് പിള്ളേരൊന്നും ഇല്ല തോന്നുന്നു. പിന്നെ പൊളിഞ്ഞ് നടക്കുന്ന സ്ഥലമൊക്കെ. ടാറിങ്ങിന് വേണ്ടി കല്ലിങ്ങനെ ഇട്ടേക്കാണ് തോന്നുന്നത്. ഇത് നേരത്തെ വന്നപ്പോൾ ഇതുപോലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇത് കാലം കഴിഞ്ഞില്ല ഇങ്ങോട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കല്ലിട്ടേക്കൊണ്ട് ഭയങ്കര പാടാണ്. ഇതിനൊന്നും ബ്രേക്ക് അടിച്ച ഭയങ്കര പാടില്ല നമുക്ക് പോകാം. അത് വണ്ടിയുടെ ഗുണം പറ്റും എങ്ങനെ പോയാലും. കഴിഞ്ഞ വട്ടം പോയപ്പോൾ എനിക്ക് വണ്ടിയുടെ ഫോക്കപ്സർ അങ്ങനെയൊക്കെ ഇവട്ടം വലിയ കുഴപ്പം. പക്ഷേ എന്നാൽ ഇങ്ങനെ ഒരു വഴി ഇട്ടേക്കുന്നത്, ഇതൊക്കെ ടാർ ചെയ്തൊക്കെ പോകാനുള്ള ചുമ്മാ ഇതിങ്ങനെ ഇട്ടേക്കും. പിന്നെ ഈ മിറ്റിലൊക്കെ കഴിഞ്ഞ 1 വർഷം 2 വർഷം മുന്നേ വന്നപ്പോൾ തൊട്ടുള്ള ഈ മിറ്റിലൊക്കെ സൈഡിൽ കിടന്നത് ഈ കാറൊക്കെ പോകുന്നത്. കുറേ ഒരു വണ്ടി വന്നിട്ട് ബൈക്കുകാർക്ക് ഏറ്റവും കൂടുതൽ കാറുകാർക്ക് വലിയ കുഴപ്പമില്ല. കാറുകാർക്ക് വണ്ടി പോയാൽ നല്ല അവിടം വരെ ചെല്ലാനുള്ളൊരു ഇതൊക്കെയാണ്. പ്രശ്നമാണ് അതൊക്കെ. ഇത്ര ആൾക്കാർ വരുന്ന അമ്പലം, എന്നാലും ഇവർ ഇന്ന് ടാറൊന്നും ചെയ്യും. അമ്പലത്തിൻ്റെ അടുത്ത് വീടുകളും കുറേയൊക്കെ ഒരു ബസ് ഓടുന്ന വഴിയാണ്. എന്നിട്ട് പോലും ഒരു ടാറിങ്ങിൻ്റെ ഇല്ല. അതിനുള്ള ഒരു ഇതില്ല. ഇപ്പോൾ ഇതിനെ ചെയ്യാത്ത ആൾക്കാർ എന്താണെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ടാർ ചെയ്യണ്ടേ. അങ്ങനത്തെ ആരും ചോദിക്കാനും അങ്ങനെയൊന്നും ഇല്ല. ഇത് കണ്ടോ, ഒരു ബസ് പോകുന്ന വഴിയാണ് ഇങ്ങനത്തെ. ഇതൊക്കെ പണ്ട് ഞാൻ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടുള്ളൂ ഇതുപോലത്തെ ഒക്കെ വഴികളൊക്കെ. ഇപ്പോൾ ഒന്നും അധികം ഇല്ല. എന്നാലും നമ്മൾ അമ്പലത്തിൽ വന്ന് കേട്ടോ. അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വരിക. ആ വഴി ഈ അമ്പലം തമ്മിൽ ഒരു ബന്ധമില്ലാത്ത പോലെ അത്രയ്ക്കൊരു ഇതാണ്. കണ്ട ഓട്ടോക്കാർ എന്ത് ഓട്ടോയൊക്കെയാണെന്നറിയാം ആൾക്കാരെ കയറ്റാൻ വേണ്ടിയൊക്കെ. ശവമേളം പുണ്യമനോഹര സന്ധ്യയുണർന്നു സ്ത്രീ ശബരി. ഞങ്ങൾ വെളിയിറങ്ങിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. 1-2 ഹോട്ടലുണ്ട് കേട്ടോ എൻ്റെ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ്. വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഞാൻ ചെന്ന് ചോദിച്ചാൽ പൊറോട്ട ഉള്ളതെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു ബസ് വരുന്നത്. ഈ സമയത്ത് 2 ബസ്സൊക്കെ വരുന്ന സമയമായി. ഇപ്പോൾ കാരണം ഞാൻ ബസ്സിനെ ഉള്ളതായിരുന്നു അവിടെ നിന്ന് വരത്തുള്ളൂ. അവിടെ നിന്ന് വന്നപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയി കേട്ടോ. അമ്പലം അടയ്ക്കുന്ന സമയത്തൊക്കെ ഈ ബസ് വരുന്നതൊക്കെ വന്നൊരു 5-10 മിനിറ്റ് ആയിരിക്കും. നമുക്ക് തൊഴാനുള്ള സമയം കിട്ടത്തില്ല. അതൊരു വേറൊരു കാര്യമാണ്. പിന്നെ പൊറോട്ട സാമ്പാർ വരുന്നത്. അത് കഴിച്ചൊക്കെ ഇങ്ങനെ വെളിയിലോട്ടൊക്കെ ഇറങ്ങാമെന്ന് വെച്ച് അത് ചായയും കുടിച്ച്. പക്ഷേ ഇറങ്ങി ആ വണ്ടി എടുത്ത് അവിടെ പോകുന്ന വഴി കുറേ പശുവും കൂട്ടം ഇങ്ങനെ അഴിഞ്ഞ് കിടക്കുന്നേ. അത് റോഡിലോട്ട് ഇങ്ങനെ കിടക്കില്ലേ എത്ര പശു, ഈ 4-5-6-7 പശുവൊക്കെ. അവിടുന്ന് ഞാൻ പിന്നെ ഇറങ്ങി. ഞാൻ അവിടുന്ന് മാറിക്കഴിഞ്ഞപ്പോൾ പുറകെ ഭയങ്കര ഹോണടിയൊക്കെ.
പുറകെ കിടന്ന് വണ്ടി ഭയങ്കര ഫോണടി, ഞാൻ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഞാൻ ഈ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ബസ് എൻ്റെ ചൂട്ടിക്കൂടെ കയറിപ്പോൾ. ആ ബസ് ഞാൻ ഇറങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് ബസ് അവിടെ നിന്ന് പുറപ്പെട്ട്. അത്രയോട് നേരമുള്ളൂ അവിടെ നിൽക്കത്തുള്ളൂ. എന്നാ പൊടിയാന്ന് പറഞ്ഞില്ല, കണ്ടില്ല ഇപ്പോൾ ബസ് പോയിട്ട്. ഈ വഴി കൂടെ പോകുന്ന ബസ്സാണ്. അയ്യോ, ഇത്ര ബസ്സൊക്കെ പോകുന്ന റൂട്ടായിട്ട് വരുമൊന്നും ചെയ്യാത്തത്. എന്നിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് പോകുന്നു. കണ്ടോ 2 വഴിയൊക്കെ വരും കേട്ടോ, അതൊക്കെ നോക്കിയൊക്കെ വരണം കേട്ടോ. എന്നിട്ട് വരുമ്പോൾ കുറേ വഴിയുണ്ട് വള്ളിയങ്കാവിലോട്ട് പോകുമ്പോൾ, 2 വഴിയായിട്ട് തിരിയുന്നത്, അതൊക്കെ നോക്കണം കേട്ടോ. അവർ ബോർഡ് വെച്ചിട്ടുണ്ട് വള്ളിയങ്കാവിലോട്ടുള്ള. കൂടുതലും ഞാൻ സെക്കൻഡ് തേർഡ് അങ്ങനെ ഇട്ടാവും. സെക്കൻഡ് തേർഡ് അങ്ങനെ ഇട്ടാൽ വണ്ടി ഓടിക്കുന്നു മൊത്തം. അടുത്തൊരു വഴി കേട്ടോ, അതൊക്കെ നോക്കി വരണം കേട്ടോ. കല്ല് കഴിഞ്ഞെന്നാ തോന്നുന്നത് കണ്ടിട്ട്. ഓ ഇല്ല കഴിഞ്ഞിട്ടില്ല. മുണ്ടക്കയിൽ നിന്ന് അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ നോക്കിയോണം, കുറേ 2 വഴിയായിട്ട് തിരിയുന്ന കുറേ വഴിയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ബോർഡ് വെച്ചിട്ടുണ്ട്, വഴി തെറ്റിപ്പോകാതിരിക്കുക. എനിക്ക് 1-2 തവണ വന്നിട്ടുള്ള തെറ്റി, പക്ഷേ പെട്ടെന്ന് ബോർഡ് നോക്കിക്കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് കയറി പോകുന്നുണ്ട്. അത് നോക്കിക്കോണം കേട്ടോ, അല്ലാതെ വഴി തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. വേറെ അങ്ങനെ കുറേ അമ്പലമുണ്ട് അതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ. അപ്പോൾ നോക്കിയൊക്കെ ബോർഡ് നോക്കി കയറിപ്പോ. അത്യാവശ്യം നല്ല ഇത് മുണ്ടക്കയത്ത് നിന്ന് വള്ളിയങ്കാവ് റൂട്ട്. പിന്നെ വരുന്നവർ കൂടുതൽ സ്കൂട്ടറൊന്നും വരാതിരിക്കും, സ്കൂട്ടറിന്റെ ഗുണം വരും കേട്ടോ. പിന്നെ കാറ വരുന്നവരുണ്ട്, അധികം പൊക്കമുള്ള കാറ വരുന്നതായിരിക്കും നല്ലത്. അടി തട്ടാൻ നോക്കണം. കൂടുതലും 4-5 പേരൊന്നും ചെറിയ കാറൊന്നും യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടു, കുറെ പശുവൊക്കെ കണ്ടു, വഴി മൃഗങ്ങൾ അങ്ങനെ. എന്തായാലും ഈ ഒരു വർഷം കഴിയുമ്പോൾ വരുമ്പോഴും ഈ വഴിയൊക്കെ നന്നായാൽ മതിയായിരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ബൈ ബൈ.